നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഒഴൂർ അയ്യായ ഇല്ലത്തുപടിയിലെ പാലക്കൽ തോടിന്റെയും ഇല്ലത്തപ്പടി പാലരക്കാട്ടുപടി റോഡിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. അധ്യക്ഷ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ശ്രീദേവി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റു ജനപ്രതിനിധികളെ, പ്രിയമുള്ളവരും, ഇവിടെ ഉള്ളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 2 പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങളൊക്കെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ സഹപ്രവർത്തകർ സൂചിപ്പിച്ചു. ഏകദേശം 3 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 4.5 വർഷം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെയാണ് പ്രിയപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത്. ഇനിയും നമ്മളെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഫണ്ടുകളൊക്കെ ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുമെന്നുകൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ വീണ്ടും തോടിൻ്റെ നീളം കൂട്ടുന്നതിന് വേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മൾട്ടി ഇയർ ആയിട്ടാണ് ഈ അവസാന വർഷമായതുകൊണ്ട് തന്നെ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്തത്. എങ്കിൽ കൂടി നമ്മൾ 3 പദ്ധതികൾക്ക് ഓരോ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും പദ്ധതി വിഭാവനം ചെയ്തത് VPCയിൽ അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഫണ്ട് വെക്കാൻ നമുക്ക് സാധ്യമല്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം അടുത്ത ഒരു നവംബറിൽ പുതിയ ഭരണസമിതികൾ, ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ ഡിസംബറിൽ വരുന്നതോടുകൂടി ആ ഒരു സമയത്തിനകം പൂർത്തീകരിക്കാവുന്ന പദ്ധതികളെ ഏറ്റെടുക്കാവൂ എന്ന് സർക്കാർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എങ്കിലും നിങ്ങൾ പറഞ്ഞ ഇവിടെ മെമ്പർ സൂചിപ്പിച്ചു, ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും പറഞ്ഞ ഏകദേശ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുവെച്ചിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്ന് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VK ജലീൽ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം MK കുഞ്ഞേനി മാസ്റ്റർ, K ബാവ, കുന്നത്ത് സക്കീന, ഗൈറുന്നീസ, പട്ടാക്കൽ അലി, ഹനീഫ കള്ളിയാട്ട്, B സൈദലവി ഹാജി, ഹംസക്കുട്ടി ഹാജി, MK കുഞ്ഞുമോൻ, NV മുഹമ്മദ് കുട്ടി, CN അബ്ദുള്ള, PT റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. TV ന്യൂസ് താനാളൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.